നമസ്കാരം സുഹൃത്തുക്കളെ, കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് എന്ന പരീക്ഷയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. കേരള ഹിസ്റ്ററി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ നമ്മൾ ഒരു നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടും ഒപ്പം കൊണ്ടുപോകണം കേട്ടോ. മുൻതൂക്കം നമുക്ക് എപ്പോഴും എന്ത് തന്നെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യില്ല. നമുക്ക് പരമാവധി പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് നിങ്ങൾക്ക് ഭാരമൊന്നും തോന്നിക്കാതെ ആസ് യൂഷ്വൽ ആയിട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോകാം കേട്ടോ. ഒപ്പം SSCRT നമ്മൾ ഒപ്പം പഠിച്ചു വരുന്നുണ്ട്. കേരള ഹിസ്റ്ററിയാണ് ഇപ്പൊ പഠിച്ചു വരുന്നത്. എല്ലാ കൂട്ടുകാരും പ്രയോജനപ്പെടുത്തുക കേട്ടോ. ഡെഡിക്കേറ്റഡ് ആയിരിക്കും കേട്ടോ. വാരി വലിച്ചൊന്നും തരില്ല. PSCയുടെ എവിടെയാണോ PSC ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് എടുക്കുന്നത് അവിടെ നിന്നായിരിക്കും നമ്മുടെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. അത്ര ഉറപ്പ് പറയാണ് കേട്ടോ ഞാൻ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. VFA, BEVCO, LD ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവര്, മുന്നിട്ട് ലക്ഷ്യം വെക്കുന്നവരെല്ലാം കൂടെ കൂടിക്കോ കേട്ടോ. നമുക്ക് ഒന്ന് കിടക്കാം. നമ്മള് ഇന്നിപ്പോ എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നത് ഒന്ന് പ്രിലിംസ് നിലവാരത്തിൽ നടത്തിയിട്ടുള്ള 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 5/25 ആണ്. പ്രിലിംസ് നിലവാരത്തിലുള്ളതും LGS ലെവലിൽ നടത്തിയിട്ടുള്ള, LGS ലെവൽ പറയുമ്പോൾ മെയിൻസ് എക്സാം അടക്കം വരും അല്ലേ, LGS മെയിൻസ് എക്സാം വരും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഈ എക്സാം വരയ്ക്ക് എടുക്കുന്നത്. ഓക്കെ, അതെല്ലാം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, LGSന്റെ മെയിൻസ് വരും, അതേപോലെ 10th ലെവൽ നടന്നിട്ടുള്ള പ്രിലിംസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിരിക്കും വർക്കൗട്ട് ചെയ്യുക കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ള ശരിയായത് ഏതാണ്? കേരള പോലീസിനെ സംബന്ധിച്ചിട്ടുള്ളത് ശരിയായത് ഏതാണ്? മൃദുഭാവേ ദൃഢകൃതേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. ശരിയായ പ്രസ്താവനയാണ്. കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള പോലീസിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ് അല്ലെ. കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇവിടെ ചോദ്യം എന്താണ്, ശരിയായത് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ ആൻസർ എന്താണ് വരിക? ഇവിടെ ആൻസർ ഏത് വരും? 3 വരുന്ന ഓപ്ഷൻ ഒക്കെ നമ്മൾ മാറ്റണം അല്ലെ. 3 പേർ കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അല്ല, തിരുവനന്തപുരത്താണ് ആസ്ഥാനം. അപ്പൊ 3 വരുന്ന ഓപ്ഷൻ ഒക്കെ നമുക്ക് മാറ്റണം. കാരണം 3 എന്താണ്, തെറ്റാണ് അല്ലെ. 3 തെറ്റാണ്, 3 തെറ്റാണ്. എല്ലാം ശരിയാണ് പറയുമ്പോൾ 3 തെറ്റാണ് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? 1ഉം 2ഉം മാത്രമാണ് കേട്ടോ. അപ്പൊ കേരള പോലീസിനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കണം, കേരള പോലീസിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുക. കേരള പോലീസിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതിന്റെ ആപ്തവാക്യം മൃദുഭാവേ ദൃഢകൃതേ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് കേട്ടോ. തിരുവനന്തപുരത്ത് വഴുതക്കാടാണ് ആസ്ഥാനം. ാണല്ലോ. ഇനി നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുക എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ആൻസർ ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ്. ശരിയായ പ്രസ്താവനയാണ്. ഹിരാകുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. ശരിയാണ്. ഇത് തെറ്റാണ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. ഓക്കെ ആണല്ലോ. ബക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലും, ഹിരാകുഡ് അണക്കെട്ട് മഹാനദിയിലും, സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലുമാണ്. 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. ആൻസർ ഏത് വരും? സി ആണ് വരിക. അപ്പൊ ഇവിടെ തെഹിരി ഡാം എവിടെ എന്നാണ് ചോദ്യം. തെഹിരി ഡാം എവിടെയാണ്? ഭഗീരഥിയിലാണ്. എവിടെയാണ്? ഭഗീരഥിയിലാണ് തെഹിരി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടാണ് ഏത്? തെഹിരി ഡാം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹിരി ഡാം. അതുപോലെ എവിടെയാണ്? ഭഗീരഥി നദിയിലാണ് കേട്ടോ. അതായത് ഉത്തരാഖണ്ഡിലെ തെഹിരിക്ക് സമീപമാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലെ തെഹിരിക്ക് സമീപമാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഈ തെഹിരി അണക്കെട്ട് എന്ന് പറയുന്നത് അതായത് ധാരാളം പാറകളും മണ്ണും ഒക്കെ നിറയ്ക്കുന്ന ഒരു വിവിധോദ്ദേശ അണക്കെട്ടാണ് ഏത്? ഈ തെഹിരി അണക്കെട്ട് എന്ന് പറയുന്നത് കേട്ടോ. 2006 എന്ത് ചെയ്യുന്നത്? ഈ തെഹിരി അണക്കെട്ടിന്റെ പ്രവർത്തനമൊക്കെ ആരംഭിച്ചത് കേട്ടോ. 2006 തെഹിരി അണക്കെട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ ഭഗീരഥി എന്ന നദി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഗംഗാ നദി ഉണ്ടല്ലോ,
ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗ അല്ലെ, ഗംഗാ നദിയുടെ പുണ്യനദിയാണ് അല്ലെ ഗംഗ എന്ന് പറയുന്നത്. ആ ഗംഗാ നദിയുടെ ഉറവിടമാണ് എന്ത് പറയുന്നത്, ഭഗീരഥി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഗംഗാ നദിയുടെ ഉറവിടമായ ഭഗീരഥി നദി കണക്കാക്കപ്പെടുന്നത് കേട്ടോ. അവിടെയാണ് തെഹിരി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹിരി അണക്കെട്ട്. 2006 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ ഭഗീരഥി നദിയിൽ തന്നെയുള്ള മറ്റ് അണക്കെട്ടുകൾ ഏതൊക്കെയാണ് ഭഗീരഥി നദിയിലുള്ളത്? ഒന്ന് മനേരി അണക്കെട്ട്. ഏതാണ്? മനേരി അണക്കെട്ട്. അതുപോലെ ജോഷിയാര കേട്ടോ, മനേരി ജോഷിയാര അണക്കെട്ട്. അതുപോലെ കൊട്ടേശ്വർ മനേരി, ജോഷിയാര, കൊട്ടേശ്വർ ഈ 3 അണക്കെട്ടുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഭഗീരഥി നദിയിലാണ്. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയിട്ടുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? വാഗ്ഭടാനന്ദ ഗുരുവിനെ നമുക്ക് നോക്കാം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. ശരിയായ പ്രസ്താവനയാണ്. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. ശരിയായ പ്രസ്താവനയാണ്. 1914 ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചു. ശരിയായ പ്രസ്താവനയാണ്. 47 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. തെറ്റായ പ്രസ്താവനയാണ്. കാരണം 1939 ഒക്ടോബർ മാസം 29-ാം തീയതി അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ ആണോ? 1939 ഒക്ടോബർ 29 മരിച്ചു. അപ്പൊ എങ്ങനെയാ മരിച്ചാൽ? 47 ഗാന്ധിജിയുമായിട്ട് കൂടിക്കാഴ്ച കാണാം. തെറ്റാണ് അല്ലെ? 4 തെറ്റാണ്. അപ്പൊ ആൻസർ ഏത് വരും? 1, 2, 3 ശരിയാണ്. ഇത് 3 പഠിച്ചു വെക്കുക. കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മഗൃഹം വയലേരി വീട് എന്നാണ് കേട്ടോ. ജന്മഗൃഹം വയലേരി വീട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വയലേരി വീട് എന്നാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം നമ്മൾ വാഗ്ഭടാനന്ദൻ എന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. എന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നതാണ് യഥാർത്ഥ നാമം. മറക്കരുത് കേട്ടോ. ശിവയോഗി വിലാസം 1914 അല്ലെ. ശിവയോഗി വിലാസം 1914 ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നതും 1914 തന്നെയാണ് വാഗ്ഭടാനന്ദ ഗുരു കേട്ടോ. അത് പഠിച്ചു വെക്കണം. അതുപോലെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നതും വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നതും വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിക്കുന്നത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1917 ആത്മവിദ്യാസംഘം അദ്ദേഹം സ്ഥാപിക്കുന്നത് വാഗ്ഭടാനന്ദൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള അല്ലെ മാസികകളാണ് നമ്മൾ ഒന്ന് പഠിച്ചു. ഒന്ന് ശിവയോഗി വിലാസം പഠിച്ചു അല്ലെ. 2 ആത്മവിദ്യാസംഘം. ശിവയോഗി വിലാസം 1914, ആത്മവിദ്യാസംഘം 1917. അഭിനവ കേരളം. എന്താണ്? അഭിനവ കേരളം അത് ഏത് വർഷമാണ്? അഭിനവ കേരളം 1921. പഠിച്ചു വെക്കണേ. അതുപോലെ ആത്മവിദ്യാ കാഹളം. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആത്മവിദ്യാ കാഹളം എപ്പോഴാണ് ആത്മവിദ്യാ കാഹളം? 1929. യജമാനൻ. ആരുടേതാണ്? യജമാനൻ അദ്ദേഹം മരിക്കുന്ന ആ വർഷമാണ് കേട്ടോ. 1939. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വാഗ്ഭടാനന്ദനെ കുറിച്ച് നമ്മളിപ്പോ എത്ര പോയിന്റ് പഠിച്ചു അല്ലേ? എത്ര പോയിന്റ് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്താണ്? ഓക്കെ, എനിക്ക് എന്താണെന്നറിയാം, ഈ 1-2 പ്രാവശ്യം പറഞ്ഞാലും പിന്നെ ഇങ്ങനെ തോന്നും അവർക്കത് മനസ്സിലായിട്ടില്ലയോ, അവർ ഈ ക്ലാസ് തന്നെ പഠിച്ചിട്ട് പോകുന്നില്ലയോ, ആ ഒരു സംശയം കൊണ്ടാണ് വീണ്ടും റിപ്പീറ്റേഷൻ അടിക്കുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു 5-6 ക്വസ്റ്റ്യന് നമ്മൾ ഒരു ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വരും കേട്ടോ. കാരണം ലെങ്തി വീഡിയോ ആകണ്ട എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ നിറച്ച് കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റുകൾ നിങ്ങൾ വരും. ക്ലാസ്സിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കും ചെയ്യാം കേട്ടോ. വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്താണ് ജനിച്ചത്. പിന്നെന്താ നമ്മൾ പഠിച്ചത്? അദ്ദേഹത്തിന്റെ ജന്മഗൃഹം ഏത് പേരിൽ അറിയപ്പെട്ടത്? വയലേരി വീട് എന്നാണ് അല്ലേ. അതേപോലെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നതാണ് യഥാർത്ഥ നാമം. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അദ്ദേഹം 1906 തത്വപ്രകാശിക എന്ന
വിദ്യാലയം അല്ലെ, തത്വപ്രകാശിക എന്നാണ് ഒരു വിദ്യാലയം സ്ഥാപിക്കുന്നത് 1906-ലാണ്. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അതേ വർഷം 14 തന്നെയാണ് ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മാസികകളാണ് നമ്മൾ ഒന്ന് പഠിച്ചത് ശിവയോഗി വിലാസം മാസിക, അഭിനവ കേരളം മാസിക 1921, അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാ കാഹളം 1929 വാഗ്ഭടാനന്ദൻ, യജമാനൻ എന്ന മാസിക 1939, ആത്മവിദ്യാ സംഘം 1917, അദ്ദേഹത്തിന്റെ മരണം 1939 ഒക്ടോബർ 29 അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെയാണോ? ഇനി നമുക്ക് വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നമുക്ക് നോക്കാം. വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, PSC ഡിലീഷൻ ആണ്. പക്ഷെ നമുക്ക് വക്കം അബ്ദുൽ ഖാദറെ കുറിച്ചിട്ട് ശരിയായ പ്രസ്താവന നമുക്ക് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെയാണോ? അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് വക്കം അബ്ദുൽ ഖാദറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, നമുക്ക് ഡിലീഷൻ ആണ്, നമുക്ക് പഠിച്ചു വെക്കാം. 1906 നമുക്കറിയാം അല്ലേ, എന്താണ് മുസ്ലിം എന്ന മാസിക സ്ഥാപിക്കുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. മുസ്ലിം ട്ടോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. മുസ്ലിം എന്ന മാസിക 1906-ലാണ് കേട്ടോ. 1906-ലാണ് മുസ്ലിം എന്ന പേരിൽ മലയാളം മാസിക വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിക്കുന്നത്. ഓക്കെയാണോ? അതുപോലെ തന്നെ അൽ ഇസ്ലാം അല്ലേ, അൽ ഇസ്ലാം വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അൽ ഇസ്ലാം എന്ന അറബി മലയാള മാസിക 1918-ലും സ്ഥാപിക്കുന്നത് അൽ ഇസ്ലാം എന്ന മാസിക ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ്. ഓക്കെ, അതേപോലെ ദീപിക അല്ലെ, ദീപിക എന്ന മാസിക 1931-ലാണ് ദീപിക എന്ന മാസിക. അതേപോലെ സ്വദേശാഭിമാനി പത്രം ആരുടേതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് അല്ലെ. സ്വദേശാഭിമാനി പത്രമാണ് കേട്ടോ, നാടകമൊന്നുമല്ല. സ്വദേശാഭിമാനി പത്രം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905-ലാണ് കേട്ടോ. 1905 ജനുവരി മാസം 19-ാം തീയതിയാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുന്നത്. 1910 പത്രം എന്ത് ചെയ്തു, കണ്ടുകെട്ടിയില്ലേ. 1910 ആ പത്രം എന്ത് ചെയ്തു, കണ്ടെത്തി. അതുപോലെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം അല്ലെ, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിതമായത് 1918-ലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് അല്ലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്നത്. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്, കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് പഠിച്ചത്? ഒന്ന് പഠിച്ച് ശ്രദ്ധിച്ചോ. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അതേപോലെ അദ്ദേഹത്തിന്റെ മാസികകളാണ് മുസ്ലിം എന്ന മാസിക 1906, അൽ ഇസ്ലാം എന്ന മാസിക 1918, ദീപിക എന്ന മാസിക 1931, സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 19. ഓക്കെയാണോ? ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചില്ലേ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് അല്ലെ, അദ്ദേഹമാണ്. അതേപോലെ എവിടുന്ന ഈ സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്? എവിടെ നിന്നാണ് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്? അഞ്ചുതെങ്ങിൽ നിന്നാണ് കേട്ടോ. അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് കേട്ടോ, പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കോട്ടിംഗ് ഉണ്ട്. എന്താണ്? നമ്മളത് പഠിച്ചുല്ലേ, നമ്മളത് പഠിച്ചു വന്നു, നമ്മൾ കേരള ഹിസ്റ്ററി ഭാഗത്ത് നിന്നൊക്കെ പഠിച്ചു. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാനം അല്ലെ. എൻ്റെ പത്രാധിപരല്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് ആരാണ് അഭിപ്രായപ്പെട്ടത്? വക്കം മൗലവിയാണ് കേട്ടോ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഓക്കെയാണോ? അൽ ഇസ്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അൽ ഇസ്ലാം, മുസ്ലിം, ദീപിക, സ്വദേശാഭിമാനി, പിന്നെ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, ഇതൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? സവർണ ജാഥ ഇതോടനുബന്ധിച്ചിട്ട് നടന്നതാണ്. വൈക്കം സത്യാഗ്രഹവുമായി അനുകൂലിച്ചിട്ട് അല്ലെ, വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ആര് നടത്തിയതാണ്? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ നടത്തിയ
സത്യാഗ്രഹമാണ് ഏത് പറയുന്നത്, സവർണജാഥ എന്ന് പറയുന്നത്. അതൊരു കാര്യം അവിടെ മനസ്സിലാക്കി വെക്കുക. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ ഇത് ചെയ്യാൻ കാരണം? ഗാന്ധിജിയുടെ നിർദ്ദേശകാരണമാണ്. ഞാൻ പറയുന്നതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ഞാൻ പറയുന്നതൊക്കെ പ്രീവിയസ് ആണ്. കാരണം നമ്മൾ കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? SCRT, പുതിയ SCRT നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കേരള ഹിസ്റ്ററി, അതായത് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടും VFAക്കും BevCoLക്കും ഒക്കെ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ പുതിയ SCRT സ്റ്റാർട്ട് ചെയ്തു. പഴയ SCRT ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഇനി 2021 മുതൽ ഈ 2025 വരെ നടത്തിയ എക്സാമുകളിലെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറും കേരള ഹിസ്റ്ററിയിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചോ അതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരും കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് ഒക്കെ പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സവർണജാഥ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്നതാണ്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ്. അത് മന്നത്ത് പത്മനാഭനാണ് സത്യാഗ്രഹം നടത്തിയത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നു. ശരിയായ പ്രസ്താവനയാണ്. കാരണം മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നടത്തിയത് ആരായിരുന്നു? EV രാമസ്വാമി നായരായിരുന്നു. മധുരയിൽ നിന്ന് എവിടേക്കാണ്? വൈക്കത്തേക്ക് കേട്ടോ. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് സവർണജാഥ നടത്തി, സവർണജാഥയല്ല, വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കരാണ്. അപ്പോൾ ഒന്നും ശരിയാണ്, രണ്ടും ശരിയാണ്. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതുലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത്, അതായത് വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ 1924, വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത് 1924 മാർച്ച് മാസം 30-ാം തീയതി ആയിരുന്നു വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത്. ആ തുടങ്ങുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത്. ഓക്കെ, ആ സ്ഥാനത്ത് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് ആരായിരുന്നു? റാണി സേതു ലക്ഷ്മി ബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അപ്പൊ ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. അവസാനിക്കുന്ന സമയത്ത് സേതു ലക്ഷ്മി ബായി ആണ്. ഓക്കെ, ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ആയിരുന്നോ? അല്ല. വൈക്കം ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടല്ല വൈക്കം സത്യാഗ്രഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ, ഒരു ക്ഷേത്രമാണെങ്കിൽ അതിന്റെ ചുറ്റുമുള്ള വഴികളിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം കൊണ്ടുവന്നത്. ഓക്കെ ആണോ? അപ്പൊ 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ആൻസർ ഇത് വരും 1, 2, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? D ആണ് കേട്ടോ. 4 മാത്രമാണ് പെടാത്തത്. സതിഹിത ബോധിനി വരില്ല. അപ്പൊ ഏതൊക്കെ വരും? പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. 3ഉം രാജാറാം മോഹൻ റോയുടെ കേട്ടോ. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. അതേപോലെ ആത്മീയ സഭ ആരുടേതാണ്? ആത്മീയ സഭ രാജാറാം മോഹൻ റോയുടേതാണ്. വർഷം പഠിച്ചു വെക്കണേ. 1815 ആത്മീയ സഭ രാജാറാം മോഹൻ റോയുടേതാണ്. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ അല്ലെ. മിറാത്ത് ഉൽ അക്ബർ ഇതും ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. പേർഷ്യൻ ഭാഷയിൽ രചിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. പിന്നെ അതേപോലെ അദ്ദേഹത്തിൻ്റെതാണ് ബംഗദൂത് കേട്ടോ. ഒരു പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ് കേട്ടോ, ബംഗദൂത്. അതേപോലെ വജ്രസൂചി എന്ന നാടകം അദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ. വജ്രസൂചി എന്ന നാടകം അദ്ദേഹത്തിൻ്റെതാണ്. ഓക്കെ ആണല്ലോ. ആരാ ഈ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് അല്ലെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഹ്ഫത്തുൽ മുവഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ രചനകളാണ്. 1815 അദ്ദേഹം ആത്മീയ സഭ സ്ഥാപിച്ചു. മിറാത്തുൽ അക്ബർ എന്ന പേർഷ്യൻ ഭാഷയിൽ രചിച്ച പത്രം അദ്ദേഹത്തിൻ്റെതാണ്. ബംഗദൂത് എന്ന മാസിക അദ്ദേഹത്തിൻ്റെതാണ്. വജ്രസൂചി എന്ന നാടകം രാജാറാം മോഹൻ റോയുടേതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി
എവിടെയാണ് കേരള മീഡിയ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ് കേട്ടോ. കേരള മീഡിയ അക്കാദമി കൊച്ചിയിലെ കാക്കനാടാണ്. കൊച്ചിയിലെ കാക്കനാടാണ് കേരള മീഡിയ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ശരിയായ ജോഡി. അപ്പോൾ തെറ്റാണ് അല്ലേ ഇത്? ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ശരിയായ പ്രസ്താവനയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ശരിയായ പ്രസ്താവനയാണ്. കേരള ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള ലളിതകല അക്കാദമി തൃശ്ശൂരാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ 2, 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. കേരള മീഡിയ അക്കാദമി 1979 കൊച്ചിയിലെ കാക്കനാടാണ് നിലവിൽ വരുന്നത്. അതേപോലെ കേരള ലളിതകല അക്കാദമി നിലവിൽ വന്നത് 1962 തൃശ്ശൂർ ജില്ലയില് മുരളി ചീരോത്താണ് ഇപ്പോൾ കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ കേട്ടോ. കേരള ലളിതകല അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. അപ്പൊ കേരള മീഡിയ അക്കാദമി, കേരള മീഡിയ അക്കാദമി കൊച്ചി കാക്കനാട് അല്ലെ. നമ്മളിപ്പോ മീഡിയ എന്ന് പറയുമ്പോൾ ഫിലിം ഇൻഡസ്ട്രി നമ്മൾ പെട്ടെന്ന് ആലോചിക്കും അല്ലെ. മീഡിയ എന്ന് പറയുമ്പോൾ അങ്ങനെ അത് ചിന്തിച്ചാൽ മതി കേട്ടോ. കേരള മീഡിയ അക്കാദമി, അപ്പൊ നമ്മൾ കൊച്ചി എറണാകുളം എന്നൊക്കെ കേൾക്കും കേട്ടോ. കേരള മീഡിയ അക്കാദമി കൊച്ചി കാക്കനാട്, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂര്, ലളിതകല അക്കാദമി തൃശ്ശൂര്. മീഡിയ അക്കാദമി വന്നത് 79 കൊച്ചിയിൽ കാക്കനാടാണ്. ലളിതകല അക്കാദമി 62 തൃശ്ശൂർ ജില്ലയിലാണ്. ഇപ്പോഴത്തെ ചെയർമാൻ മുരളി ചീരോത്താണ്. മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? എല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീം താലീം. നയീം താലീം എന്നത് ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം എന്താണ്? അനാസക്തി യോഗം എന്നാണ്. എന്താണ്? അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് 1920 ശരിയായ പ്രസ്താവനയാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് കിങ് ബെൻസിലി ആണ് അല്ലെ. കിങ് ബെൻസിലി, മറക്കരുതേ. അപ്പൊ ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? നയീം താലീം അല്ലെ. അപ്പൊ അത് ശരിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനം ഏതാണ്? അനാസക്തി യോഗ. ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് 1920 അല്ലെ. ഖിലാഫത്ത് സംഘടന അല്ലെ. ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത്. ഖിലാഫത്ത് കേട്ടോ. ഖിലാഫത്ത് മറക്കരുത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം വേണ്ടിയിട്ടാണ് 20 കേട്ടോ. എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് ഗാന്ധിജി? എത്ര പ്രാവശ്യമാണ്? 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് അല്ലെ. എപ്പോഴേക്കാണ്? ഒന്ന് 1920 കേരളം എന്തിനാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം. രണ്ടാമത് 1925 1925 എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ 1927 അല്ലെ. 1927 സന്ദർശിച്ചു. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മൂന്നാമത് സന്ദർശിച്ചത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതായത് ദക്ഷിണേന്ത്യ അല്ലെ. ദക്ഷിണേന്ത്യ അദ്ദേഹം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അല്ലെ. ആ സമയത്ത് എന്ത് ചെയ്തു? അതിനോടനുബന്ധിച്ചിട്ട് ഗാന്ധിജി മൂന്നാമതായിട്ട് കേരളം സന്ദർശിച്ചു കേട്ടോ. അതേപോലെ നാലാമത് 1934 1934 സന്ദർശിച്ചു. പിന്നെ 1937 സന്ദർശിച്ചു കേട്ടോ. 34 എന്തിനായിരുന്നു? ഹരിജൻ ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് അല്ലെ. ഹരിജൻ ഫണ്ടിലേക്ക് എന്ത് ചെയ്യണം? ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി കേരളത്തിൽ എത്തുന്നത്. 37 എന്തിനായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. അങ്ങനെ 5 തവണയാണ് കേട്ടോ. പിന്നെ ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചതാരാണ്? ബെൻ കിങ്സ്ലിയാണ് അല്ലെ. അതേപോലെ നമ്മുടെ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് നമ്മുടെ SCERT-യിൽ അദ്ദേഹത്തിന്റെ കോട്ടിങ്സ് കിടക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു തരാം. മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അതേപോലെ ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള
ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആയിരിക്കണം, ഇന്ത്യ അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. ഉപഭോക്താവ് നമുക്ക് ഏറ്റവും പ്രധാനമുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. ഞാൻ അപ്പം ചോദിച്ചു കിട്ടിയത് കല്ലാണ് എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് ദുഷിപ്പിക്കും എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. SCRT ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി വന്നിട്ട് ആൻസർ ഏതാണ്? തെറ്റായ ജോഡി ഒന്ന് മാത്രമാണ്. ADB-യിലെ ഏഷ്യൻ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം, ADB-യുടെ ആസ്ഥാനം എവിടെയാണ്? മനിലയാണ് അല്ലെ? മനില. ADB-യുടെ ആസ്ഥാനം മനില. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ആംസ്റ്റർഡാം. ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺ കേട്ടോ. ADB-യുടെ ആസ്ഥാനം മനില, നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോള് ലിയോൺ ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് അല്ലെ? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന് പറയുന്നത്. അതേപോലെ ഈ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കത്തുകളുണ്ടല്ലോ, ആ കത്തുകളുടെ ഒരു സമാഹാരം അറിയപ്പെടുന്നത് ഏതാണ്? ഗുബാർ ഇ ഖാത്തിർ ആണ് കേട്ടോ. എന്താണ്? അദ്ദേഹത്തിന്റെ കത്തുകളുടെ സമാഹാരം അറിയപ്പെടുന്നത് ഏതാണ്? ഗുബാർ ഇ ഖാത്തിർ. ഗുബാർ ഇ ഖാത്തിർ ആണ് കേട്ടോ. ഉറുദു ആണ്, ഉറുദു ഭാഷയിലാണ് ഗുബാർ ഇ ഖാത്തിർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച പർവ്വയാണ്. അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച പർവ്വ. ഇനി കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരേവ മണ്ണിനം എന്നാണ് പറയുക അല്ലെ? കരിവ എന്നാണ് കൊടുത്തിരിക്കുന്നത്, കരേവ എന്നാണ് കേട്ടോ. കരേവ മണ്ണിനമാണ്. സി ആണ് ആൻസർ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? സി ആണ്. റാറ്റ് ഹോൾ മൈനിങ് ആണ് കേട്ടോ. റാറ്റ് ഹോൾ മൈനിങ് ആണ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം ഏത്? ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം ടൈറ്റാനിയം ഓക്സൈഡ് ആണ് കേട്ടോ. ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം, നമ്മൾ പല്ലൊക്കെ തേച്ചിട്ടേ നമ്മൾ എന്താണ് ടൈറ്റാനിയം സിനിമയില്ലേ ടൈറ്റാനിക്, അത് ആലോചിക്കുക കേട്ടോ. ടൈറ്റാനിക് പല്ലൊക്കെ തേച്ചിട്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്? ടൈറ്റാനിക് ഫിലിം കാണാൻ പോവാണ് കേട്ടോ. ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകം ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? ഓക്സ്ബോ തടാകങ്ങളാണ് അല്ലെ? എന്താണ് ഈ ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ ഒരു നദി ഒഴുകുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യാണ്? ഈ നദി ഒഴുകി വരുമ്പോൾ മേലിൽ നിന്നുള്ള അവസാദങ്ങളെല്ലാം അല്ലേ? ഇപ്പൊ ഒരു നദി എന്ത് ചെയ്യാണ്? ഇതിപ്പോ ഇങ്ങനെ ഒരു നദി ഇങ്ങനെ ഒഴുകി വരികയാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള കല്ലും മണ്ണും മണലും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് അങ്ങനെ അടിഞ്ഞുകൂടും അല്ലേ? ഇവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടും. അങ്ങനെ തുടർച്ചയായിട്ട് ഒഴുകി വരുമ്പോൾ ഈ അപരദനം എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് നിക്ഷേപങ്ങൾ ഇവിടെ നടക്കും അല്ലേ? ഈ ഭാഗത്ത് കുറേ നിക്ഷേപങ്ങൾ നടക്കും. ആ നിക്ഷേപങ്ങൾ നടക്കണ എന്ത് ചെയ്യും? വലയങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ നിക്ഷേപം കൊടുക്കുമ്പോൾ ഒന്ന് എന്ത് ചെയ്യും? ഒന്ന് ഇങ്ങനെ ഒഴുകും, ഒന്ന് ഇതിൽ കൂടെ അങ്ങോട്ട് ഒഴുകും. കാരണം ഇവിടെ നിക്ഷേപ കനം കൂടി വരികയാണ് അല്ലേ? അപ്പൊ അങ്ങനെ ഈ വലയങ്ങൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് അങ്ങനെ വളഞ്ഞു അങ്ങനെ ഒഴുകും അല്ലേ? ഇതിൽ കാരണം സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ട് ഒഴുകാനുള്ള വഴി ഇല്ല. നിക്ഷേപങ്ങളുടെ കനത്ത നിക്ഷേപങ്ങൾ വന്നു കൂടിയത് കൊണ്ട് പിന്നീടുള്ള ഒഴുക്ക് എന്ത് ചെയ്യാണ്? വളഞ്ഞ് ഒഴുകും കേട്ടോ. അപ്പൊ പിന്നെന്ത് ചെയ്യും? അങ്ങനെ ഇവിടുന്ന് വളഞ്ഞ് ഒഴുകി പിന്നെ എന്ത് ചെയ്യും? നേരായിട്ട് പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നേർഗതി എന്ത് ചെയ്യും? സ്വീകരിക്കുകയും ചെയ്യും. ഇതാണ് ഓക്സ്ബോ തടാകങ്ങൾ കേട്ടോ. അങ്ങനെ വളഞ്ഞൊഴുകിയിട്ടുള്ള ഭാഗം എന്ത് ചെയ്യും? നിക്ഷേപത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്ത് നിന്ന് വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപക്കൊള്ളും കേട്ടോ. ഇതിപ്പോ ഒരു നദിയിൽ നിന്ന് വന്നു, പക്ഷെ ഇവിടെ എത്തുമ്പോൾ കറക്റ്റായിട്ട് വീണ്ടും പതിക്കാൻ പറ്റുന്നില്ല. അത് എന്ത് ചെയ്യും? മാറിപ്പോവുകയാണ് അല്ലേ? ഇത് മാറിപ്പോവുകയാണ്. ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റാതെ ഇത്
മാറിപ്പോയിട്ട് ഇവിടെ എന്ത് ചെയ്യും, തടാകങ്ങൾ രൂപപ്പെടാനായിട്ട് തുടങ്ങും. ഈ വെള്ളം പോയിട്ട് ഒഴുകി പതിക്കണ്ടേ, അങ്ങനെ പതിച്ചാകുമ്പോൾ ഇവിടെ ഒരു തടാകമായിട്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യണം, അതൊരു ഓക്സ്ബോ തടാകമായിട്ട് മാറുകയാണ് കേട്ടോ. ഓക്സ്ബോ തടാകങ്ങൾ മനസ്സിലായോ? ഇനി നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് അല്ലെ. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. നമുക്ക് പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ നോക്കാം. താരാപൂർ. താരാപൂർ എവിടെയാണ്? താരാപൂർ ആണവ നിലയം. താരാപൂർ താരാപൂർ എവിടെയാണ്? എന്താണ് പഠിച്ചവരൊക്കെ ഒന്ന് അവിടെ ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കൂ കേട്ടോ. റാവത്ത് ഭട്ട് എവിടെയാണ്? റാവത്ത് ഭട്ട് മെയിൻ ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. റാവത്ത് ഭട്ട് ഫില്ല് ചെയ്ത് നോക്കൂ. അതേപോലെ കൽപ്പാക്കം, പിന്നെ നറോറ നമ്മൾ പറഞ്ഞു അല്ലെ, ഉത്തർപ്രദേശ് ആണെന്ന് പറഞ്ഞു. അതുപോലെ കൈഗ, പിന്നെ ഏതാണ്? കൂടംകുളം അല്ലേ. പിന്നെ കൂടംകുളം, അതുപോലെ കക്രപ്പാറ. ഇതൊക്കെ മെയിൻ ആയിട്ടുള്ള ആണവ നിലയങ്ങളാണ് കേട്ടോ. താരാപൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. താരാപൂർ മഹാരാഷ്ട്രയാണ്. റാവത്ത് ഭട്ട് രാജസ്ഥാനിലാണ് കേട്ടോ. റാവത്ത് ഭട്ട് ഇതെല്ലാം പ്രീവിയസ് ആണ്. റാവത്ത് ഭട്ട് രാജസ്ഥാനിലാണ്. കൽപ്പാക്കം നമുക്കറിയാം തമിഴ്നാടാണ്. നറോറ, കൈഗ എവിടെയാണ്? കൈഗ കർണാടകയിലാണ് അല്ലേ. കൈഗ കർണാടകയിലാണ്. കൂടംകുളം തമിഴ്നാട്. കൂടംകുളം തമിഴ്നാടിലാണ്. പിന്നെ കക്രപ്പാറ ഗുജറാത്ത് കേട്ടോ. താരാപൂർ ആണവ നിലയം മഹാരാഷ്ട്രയിലാണ്. റാവത്ത് ഭട്ട് രാജസ്ഥാനിലാണ്. കൽപ്പാക്കം തമിഴ്നാട്ടിലാണ്. കൈഗ കർണാടകയിലാണ്. കൂടംകുളം തമിഴ്നാടാണ്. കക്രപ്പാറ ഗുജറാത്താണ്. നറോറ ഉത്തർപ്രദേശാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 എവിടെയായിരുന്നു? റഷ്യയിലെ കസാനിലായിരുന്നു അല്ലെ. 2023 എവിടെയാണ്? 2023 എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്ക അല്ലെ, ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. 2023 ദക്ഷിണാഫ്രിക്ക. 2024 റഷ്യയിലെ കസാനിലായിരുന്നു. ഇനി ഈ വർഷം എവിടെയാണ്? 2025 റിയോ ഡി ജനീറോ ആണ് കേട്ടോ. റിയോ ഡി ജനീറോ എവിടെയാണ്? ബ്രസീലിലാണ് കേട്ടോ. റിയോ ഡി ജനീറോ ബ്രസീലിലാണ്. 2026 അടുത്ത വർഷം എവിടെയാണ്? ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലാക്കാം എന്നുള്ളൊരു ധാരണയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ സമ്മിറ്റ് കൂടാം എന്നുള്ളൊരു ഇത് അറിയിച്ചിട്ടുണ്ട്. 2026 കൺഫേം ആയിട്ടില്ല കേട്ടോ. ഇന്ത്യ അങ്ങനൊരു താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഗുഡ്, ഗണ്ഡസാരി. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായിട്ട് കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. അപ്പൊ മാംഗനീസിന്റെ ഇതല്ല കേട്ടോ. ഇത് മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശ് എന്നാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം. എക്സാം സമയത്തൊക്കെ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഏതാണ്? ആഗോള സുസ്ഥിര വികസനത്തെ കുറിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് അല്ലെ. എത്ര പ്രായപരിധിയാണ്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന 70 വയസ്സിനുള്ള മുകളിലുള്ള എല്ലാവർക്കുമാണ് കേട്ടോ. 2024 സെപ്റ്റംബർ മാസം 11 തീയതിയാണ് കേന്ദ്രമന്ത്രിസഭ എന്ത് ചെയ്യുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ABPMJAY എന്ന് കൊടുക്കുക കേട്ടോ, ഷോർട്ടാക്കിയിട്ട്. അതായത് അതിന്റെ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചത് 2024 സെപ്റ്റംബർ 11 കേട്ടോ. 70 വയസ്സും അതിൽ കൂടുതലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും എന്ത് ചെയ്യും? അവരുടെ വരുമാനം ഒന്നും പരിഗണിക്കില്ല കേട്ടോ. ഇത്ര വരുമാനം ഒന്നും കാരണം 70 വയസ്സ് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വരുമാനം പരിഗണിക്കാതെ പൈസ 5 ലക്ഷം രൂപ വരെ സൗജന്യ അതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 5 ലക്ഷം രൂപ വരെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നതാണ്. ഓക്കെ, അതുപോലെ അതിൽ ഒരുപാട് കാര്യങ്ങൾ എന്താണ് അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010 കേട്ടോ. അടുത്തത് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ, കേരളമാണ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? ബി ആണ്, 2 മാത്രം കേട്ടോ. ഫ്യൂഡൽ നികുതി നൽകാൻ വേണ്ടിയിട്ട് പറ്റുമോ? കൊടുക്കില്ല അല്ലെ. അപ്പൊ 2 ഒഴിവാക്കുക. 1, 3 തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, ഇതൊക്കെ എന്താണ്? നിസ്സഹകരണവുമായി അതിനു വേണ്ടിയിട്ടാണ് നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക. അതേപോലെ തന്നെ ഈ നിസ്സഹകരണ പ്രസ്ഥാനം നടന്ന വർഷം ഏതാണ്? 1920 അല്ലെ. 1920 മുതൽ 1922 വരെയാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം നിലനിന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനിടയായ സംഭവം എന്താണ്? അത് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ചൗരി ചൗരാ സംഭവം അല്ലെ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഇടയുണ്ടായ സാഹചര്യം ഏതാണ്? ചൗരി ചൗര സംഭവം. ഈ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് അതേപോലെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ എന്താണ് പങ്കെടുത്തിട്ട് അറസ്റ്റ് വരിച്ച വനിതകളുടെ പേരൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് വരിച്ച 2 വനിതകളുണ്ട് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒന്ന് ബാസന്തി ദേവിയും ഊർമിള ദേവിയും കേട്ടോ. ബാസന്തി ദേവിയും ഊർമിള ദേവിയുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് വരിച്ച വനിതകൾ കേട്ടോ. അതേപോലെ ഈ ഗാന്ധിജിയുടെ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തില് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ബഹുജന സമരം കേട്ടോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം ഏതെന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഇനി അടുത്ത് നോക്കാം. താഴെ പറയുന്നവർ, അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 1ഉം 3ഉമാണ് കേട്ടോ. പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ 2 മാത്രം അല്ലേ, ബി ആണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഡി ആണ്, നവമഞ്ചരിയാണ് അല്ലെ. നവമഞ്ചരിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെത് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ നമ്മൾ സാധാരണയായിട്ട് പഠിക്കാറുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് ആത്മോപദേശ ശതകം അല്ലെ. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശിവശതകം പിന്നെ ഏതാണ് പറയാ? ദൈവദശകം. പിന്നെ ഏതാണ് പഠിക്കാറുള്ളത് നമ്മള്? അദ്വൈത ദീപിക കേട്ടോ. അദ്വൈത ദീപിക, ശിവശതകം, ദൈവദശകം, അതുപോലെ ജാതിമീമാംസ ഇതൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അരുൾനൂല് ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടേതാണ് കേട്ടോ. അരുൾനൂല് വൈകുണ്ഠസ്വാമികളാണ്. വേദാധികാര നിരൂപണം, ആദിഭാഷ ഇതൊക്കെ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ് അല്ലെ. പ്രാചീന മലയാളം ഇതൊക്കെ ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ്. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളവീരയാണ്. ഏതാണ്? ധോളവീര. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ബി ആണ് കേട്ടോ. 1 മാത്രമാണ് ബന്ധമില്ലാത്തത്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആനി ബസന്റ് ആണ്. ശരിയായ പ്രസ്താവനയാണ്. 1916 ഹോം റൂൾ പ്രസ്ഥാനം അല്ലെ. ബാലഗംഗാധര തിലകനും ആനി ബസന്റും ഒക്കെയാണ് അല്ലെ ഹോം റൂൾ പ്രസ്ഥാനം 1916 സ്ഥാപിക്കുന്നത്. ഇത് 2 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. ആനി ബസന്റിനെ കുറിച്ചിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശബ്ദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശബ്ദം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി കേട്ടോ. നെക്സ്റ്റ് വൺ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കറാണ്.
സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. മഹാലക്ഷ്മി സ്കീം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര. ഏതാണ്? തെലങ്കാനയാണ് കേട്ടോ, തെലങ്കാനയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 31ാമത്തെ ആൻസർ എ ആണ്. കാരണം ഇത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിലത്തെ ഇടയിൽ ആർട്ടിക്കിൾ എടുത്തിട്ട് ചോദിച്ചിരിക്കുകയാണ് സ്റ്റേറ്റ്മെന്റ് ലെവൽ അല്ലെ. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കോടതിയിൽ വാദിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഇവിടെ ആൻസർ ചെയ്ത് വരും. 1ാമത്തെ ആൻസർ ഡി ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ മൗലിക സ്വാതന്ത്ര്യം 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ് ഇത് 1ാമത്തെ അല്ലെ. 1ാമത്തെ ആൻസർ ഏതാണ്? 19 to 22. സമത്വത്തിനുള്ള അവകാശം 2C വരണം. 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളാണ് സമത്വത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകളാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ് കേട്ടോ, ആന്ധ്രാപ്രദേശുകാരനാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മൗലിക കടമകളെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? 51A അല്ലെ. 51A മൗലിക കടമകളെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ ആണോ? എത്ര മൗലിക കടമകളുണ്ട്? 11 മൗലിക കടമകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ഇതിൽ ചോദ്യം വന്നിട്ടത്? ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ്. 33ാമത്തെ ആൻസർ ഡി ആണ്. ഇവയെല്ലാം ദേശീയ പതാക, ദേശീയ ഗാനത്തെ ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുക, സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇതൊക്കെ മൗലിക കടമകളിൽ വരുന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ അധികാരം രാഷ്ട്രപതിക്ക് തന്നെയാണ് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതും ഒക്കെ രാഷ്ട്രപതി തന്നെയാണ്. എത്രയാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. എത്ര അംഗങ്ങളുണ്ട് കമ്മീഷൻ ചെയർമാനിൽ? 6 പേരാണ് അല്ലെ. ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന സി ആണ്. 1ഉം 2ഉം മാത്രമാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ശരിയായ പ്രസ്താവനയാണ്. വിരമിക്കൽ പ്രായം 65 ആണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്, ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ ആണ് അല്ലെ. രംഗനാഥ മിശ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ്. രംഗനാഥ മിശ്ര. ഇലക്ഷൻ കമ്മീഷന് മലയാളിയായതാണ് TN ശേഷൻ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് കേട്ടോ. ഹേബിയസ് കോർപ്പസ് ആണ്. 5 തരം റിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം അപ്പോഴും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ്. ഓക്കെ, സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 226 പ്രകാരവുമാണ്. ഏറ്റവും കൂടുതൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചിരിക്കുന്നത് കേട്ടോ. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം എന്ന നോവലിൽ പ്രതിപാദിക്കുന്ന വിഷയം സന്യാസി കലാപമാണ്. സന്യാസി കലാപമാണ്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോറിന്റേതാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? വനിതകൾ ഇവയെല്ലാം വരുന്നുണ്ട് കേട്ടോ. അമ്മു സ്വാമിനാഥൻ, രാജകുമാരി അമൃത് കൗർ, ദാക്ഷായിനി വേലായുധൻ, സരോജിനി നായിഡു ഇവരൊക്കെ ഇതില് അംഗങ്ങളായിട്ട് വരുന്നതാണ് കേട്ടോ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായിനി വേലായുധൻ, ആനി മസ്ക്രീൻ അല്ലെ. മലയാളികളായിട്ടുള്ള ഇവരൊക്കെ അതിൽ വരുന്നതാണ്. ആനി മസ്ക്രീൻ.
കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലിലാണ് അല്ലെ. വേമ്പനാട്ട് കായലിലാണ്. കോട്ടയം ജില്ലയിലായിട്ടും എറണാകുളം ജില്ലയിലായിട്ടും ആലപ്പുഴ ജില്ലയിലായിട്ടും വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത്? വേമ്പനാട്ട് കായൽ. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധ മയൂരിയാണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി നദിയാണ്. കേരളത്തിൽ 3 നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. ഒന്ന് കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയില് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ വിനോദമായ ഹോക്കിയില് വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? ഹോക്കിയിൽ പറയുമ്പോ തന്നെ പെട്ടെന്ന് കിട്ടും അല്ലെ, നമ്മുടെ പിയ ശ്രീജേഷ് ആണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാടാണ് അല്ലെ, വരയാടാണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? കഥകളി ഉണ്ടായത് രാമനാട്ടത്തിൽ നിന്നാണ് അല്ലെ, രാമനാട്ടത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി, വടക്കേ അറ്റത്ത് എന്ന് പറയുമ്പോ തന്നെ എവിടെ എത്തണം? നമ്മുടെ കാസർഗോഡ് ജില്ല എത്തണം അല്ലെ. കാസർഗോഡാണ്. ഏറ്റവും ചെറിയ നദിയാണ് ഏത്? മഞ്ചേശ്വരം എന്ന് പറയുന്നത്. ഓക്കെ, മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1 കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ് കേട്ടോ. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഏതാണ്? ബ്രഹ്മപുരം ഡീസലാണ് കേട്ടോ. ബ്രഹ്മപുരം ഡീസലാണ്. എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. അടുത്തത് 1812 വയനാട്ടിൽ നടന്ന കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ആൻസർ സി ആണ്. 1ഉം 4ഉമാണ് കേട്ടോ പറയുന്നത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. ശരിയാണ്. കുറിച്യർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അമിതമായ നികുതി ചുമത്തി. കുറിച്യർ കലാപം എപ്പോഴാണ്? 1812 ഓക്കെ. അതേപോലെ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. ശരിയാണ്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് കേട്ടോ. രാമൻ നമ്പിയാണ്. രാജ്മഹൽ കുന്നുകളിലൊന്നുമല്ല അല്ലെ. കുറിച്യർ കലാപം വയനാടാണ് അല്ലെ. കുറിച്യർ കലാപം നടക്കുന്നത് വയനാടിലാണ്. വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത് മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിക്കാനാണ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചത് കേട്ടോ. അടുത്തത് 2024 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ്, ഓർഗനൈസേഷൻ ആണ് ഇവിടെ ചോദ്യം. ഏതാണ്? നിഹോൺ ഹിഡാൻറ്റോ അല്ലെ. നിഹോൺ ഹിഡാൻറ്റോ. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി കാരിച്ചാൽ ചുണ്ടൻ. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റേതാണോ? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളുടേതാണ്. ശരിയായ ജോഡി എന്ന് ചോദിച്ചിരിക്കുക. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ. ശ്രീനാരായണ ഗുരു അല്ല. പ്രാചീന മലയാളം മാറ്റേതാണ് ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികളുടേതാണോ? അല്ല. അഖില തിരുട്ട് ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളുടേതാണ്. അപ്പൊ ഇതും തെറ്റാണ്. വൈകുണ്ഠ സ്വാമികളുടേതാണ് ദർശനമാല? അല്ല. ശ്രീനാരായണ ഗുരുവിന്റേതാണ് ദർശനമാല. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി ശരിയായ പ്രസ്താവനയാണ് അല്ലെ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റേതാണ് ഏത്? ദർശനമാല. ചട്ടമ്പി സ്വാമികളുടേതാണ് പ്രാചീന മലയാളം. വൈകുണ്ഠ സ്വാമികളുടേതാണ് അഖില തിരുട്ട്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. 2025 പ്രഥമ ഗോഗോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു ഗോഗോ ലോകകപ്പ് വേദിയാകുന്നത് ഇന്ത്യ. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം നമ്മൾ പഠിച്ചു വന്നതാണ് അല്ലെ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വതന്ത്ര സമര പോരാളി അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണിയാണ് അക്കാമ ചെറിയാൻ. താഴെ പറയുന്നവരിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? KB മേനോൻ.
KB മേനോൻ കീഴരിയൂർ ബോംബ് കേസാണ് കേട്ടോ. ഈ കീഴരിയൂർ ബോംബ് അതായത് നമ്മുടെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭമാണ് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. പുന്നപ്ര വയലാർ സമരമൊക്കെ നമുക്ക് അറിയാം അല്ലെ. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. നമ്മുടെ VS-നെയൊക്കെ ആലോചിച്ച് പോകുന്നത് അല്ലെ. അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി. മൊബൈൽ ഫോൺ അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാണ്? കൂട്ടാണ് കേട്ടോ. മഹാകവി G. ശങ്കരക്കുറുപ്പ് രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മഹാകവി G. ശങ്കരക്കുറുപ്പ് രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിനേതാണ്. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം. സസ്യങ്ങളിൽ ബീജ സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഒവ്യൂള് വിത്താകുന്നു കേട്ടോ. ഒവ്യൂള് വിത്താകുന്നു. എക്സിറ്റീവ് കൺസർവേഷൻ അതായത് ഒരു സംരക്ഷിക്കുക. നമ്മൾ ഒരു ഇതിന്റെ ഉള്ളിൽ തന്നെ സംരക്ഷിക്കുന്നത്, പുറത്ത് സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ എക്സിറ്റീവ് പറഞ്ഞാൽ എന്താണ്? പുറത്താണ്. ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണം. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇൻസിറ്റീവ് കൺസർവേഷന് ഉദാഹരണമാണ്. ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകളൊക്കെ ഇൻസിറ്റീവ് കൺസർവേഷന് ഉദാഹരണമാണ്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഗ്രന്ഥി കോശങ്ങളിൽ കാണപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് ആണ്. ഫേനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്നത് ഏതാണ്? ടോണോപ്ലാസ്റ്റ് ആണ് അല്ലെ. ഫേനത്തെ ആവരണം ചെയ്യുന്നത് ടോണോപ്ലാസ്റ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ് അല്ലെ. ആൽബുമിൻ, ഗ്ലോബുലിൻ ഇതൊക്കെ എന്താണ്? പ്രോട്ടീനുകളാണ് അല്ലെ. ആൽബുമിൻ, ഗ്ലോബുലിൻ. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? ലിപ്പേസ് ആണ് കേട്ടോ. മാംസ്യത്തിന്റെ ദഹനവുമായിട്ടാണ് പ്രോട്ടിയസ്, പെപ്സിന്, ട്രിപ്സിൻ ഒക്കെ. പ്രോട്ടിയസ്, പെപ്സിന്, ട്രിപ്സിൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് B ആണ് കേട്ടോ. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കും കേട്ടോ. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതൽ ആയിരിക്കും. എന്താ ഈ വാസോപ്രസിൻ ചെയ്യുന്നത്? നമ്മുടെ വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിന്റെ ജലത്തിന്റെ അളവ്, അതായത് നമ്മുടെ ശരീരത്തില് ജലത്തിന്റെ അളവിനെ ക്രമീകരിക്കുന്നത് വാസോപ്രസിൻ ആണ്. ഓക്കെ, അത് എങ്ങനെയാണ്? വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെ, നമ്മുടെ വൃക്കയിലെ ജലത്തിന്റെ പുനരാഗിരണത്തിലൂടെയാണ് വാസോപ്രസിന് നമ്മുടെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്. മഴക്കാലത്തും തണുപ്പ് കാലത്തും നമുക്ക് വളരെയധികം വലിയ ദാഹമൊന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ ശരീരമൊക്കെ എന്താണ്? ഒരു ഈർപ്പംശം ഉണ്ടാവും അല്ലെ. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉത്പാദനം കുറവായിരിക്കും. കാരണം ഓട്ടോമാറ്റിക് എന്താണ്? ഈ മഴ പെയ്യുന്ന സമയത്താണെങ്കിലും തണുപ്പ് കാലത്താണെങ്കിലും നമ്മുടെ ശരീരത്തൊക്കെ എന്താണ്? ഒരു നമ്മുടെ ഒരു ഈർപ്പം നിലനിൽക്കും അല്ലെ. നമുക്ക് ഡ്രൈ ആകില്ല നമ്മുടെ ശരീരം. അതുകൊണ്ട് എന്താണ്? വാസോപ്രസിന്റെ അളവൊക്കെ അപ്പൊ കുറവായിരിക്കും. പക്ഷെ വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായി കഴിഞ്ഞാൽ നല്ല രസം ചത്തുകൊണ്ട് പോകും അല്ലെ. പക്ഷെ വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കണം. കാരണം ജലം നല്ലോണം വേണമല്ലോ നമ്മുടെ ശരീരത്തിൽ. അപ്പോ വാസോപ്രസിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിനാകെ പുനരാകിരണം കുറയും. ശരിയായ പ്രസ്താവനയാണ്. ആൻസർ B ആണ് കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ശരിയും തെറ്റും കണ്ടെത്തുക. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ശരിയാണ് അല്ലെ. എയ്ഡ്സ്, HIV വൈറസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. നിപ്പ വൈറസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഒന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗമാണ്. ശരിയാണ്. ക്ഷയവും എലിപ്പനിയും ബാക്ടീരിയ രോഗമാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവയൊക്കെ എന്താണ്? മലമ്പനിയൊക്കെ പ്രോട്ടോസോവയാണ് അല്ലെ. ബാക്ടീരിയ ആണ് ഡിഫ്തീരിയ. ബാക്ടീരിയ ആണ്. അത് തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. എല്ലാ പനികളും എന്താണ്? വൈറസ് ആണ്. എല്ലാ പനികളും വൈറസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം തെറ്റാണ് അല്ലെ. A ആണ്. ക്യൂണിക്കൾച്ചർ താഴെ പറയുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ എന്താണ്? ക്യൂണി മുയലാണ് അല്ലെ. മുയലാണ്. പട്ടുനൂൽ പുഴു എന്താ? സെറികൾച്ചർ ആണ് അല്ലെ. സെറിയാണ്. മത്സ്യം എന്താണ്? പിസികൾച്ചർ ആണ് അല്ലെ. മത്സ്യം. തേനീച്ച എന്താണ്? കൂണിക്കൾച്ചർ ആണ് അല്ലെ.
കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ് കേട്ടോ. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധി തെന്നി നീങ്ങുന്ന സന്ധിയാണ്. സിനാപ്സ് സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഈ ആണ്. 2ഉം 3ഉം ശരിയാണ്. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിലും കാണപ്പെടുന്നുണ്ട്. 2 ന്യൂറോണുകൾക്കിടയിലും സിനാപ്സ് കാണപ്പെടുന്നുണ്ട്. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിലും കാണപ്പെടുന്നുണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിൻ ആണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ അൽനിക്കോ ആണ് അല്ലെ. അൽനിക്കോയാണ്. അലുമിനിയവും അതുപോലെ നിക്കലും ക്രോമിയവും പിന്നെ കോമൺ ആയിട്ട് എന്തുണ്ടാകും? അയണും ഉണ്ടാകും കേട്ടോ. അതാണ് അൽനിക്കോ. ഇവിടെ നിക്രോമിൽ എന്തൊക്കെയാണ്? നിക്കലും ക്രോമിയവും അതിൽ ആ വാക്കിൽ നിന്ന് എടുത്തേക്കട്ടോ. പിന്നെ കോമൺ ആയിട്ട് അയൺ. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? തെർമോപ്ലാസ്റ്റിക് അല്ലാത്തതാണ് ചോദ്യം. ഏതാണ്? ബേക്കലൈറ്റ് ആണ് കേട്ടോ. തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ബേക്കലൈറ്റ് ആണ്. പ്രോട്ടോണ് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രോട്ടോണ് ആ പേര് നൽകിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാണ് ആര്? ജെ തോംസൺ. LPGയിലെ മുഖ്യ ഘടകം. LPG നമ്മുടെ വീട്ടിലൊക്കെ LPG ഗ്യാസ് ഉണ്ട് അല്ലെ. LPG ഗ്യാസിലെ മുഖ്യ ഘടകം ഏതാണ്? ക്വസ്റ്റ്യൻ ആൻസർ ഡിലീഷൻ ആണ്. LPGയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ തന്നെയാണ് കേട്ടോ. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ത്വരണമാണ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ത്വരണമാണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് ത്വരണമാണ്. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജം. ചലിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചലിക്കുന്നുണ്ടേ. ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജം ഗതികോർജമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? ഗ്രീൻ എനർജി അല്ലാത്തതാണ് ചോദ്യം. സൗരോർജം അറിയാം നമുക്ക് ഗ്രീൻ എനർജിയാണ്. കാറ്റിൽ നിന്നുള്ള ഊർജം ഗ്രീൻ എനർജിയാണ്. ഹൈഡ്രോ വെള്ളത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഗ്രീൻ എനർജിയാണ്. ഇവിടെ ആൻസർ അറ്റോമിക് റിയാക്ടർ ആണ് കേട്ടോ. ഗ്രീൻ എനർജി അല്ലാത്തത്. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. പഠിച്ചോ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? സോണാർ ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്നത് അൾട്രാസോണിക് തരംഗമാണ് കേട്ടോ. സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗമാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 5/25 നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അങ്ങനെ ഡെയിലി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്ക്ഔട്ട് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? 2025-ലും 24-ലും 23-ലും 22-ല് 21 ഈ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ള മുഴുവൻ പ്രിലിംസ് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കൂടെ LGS ലെവൽ നടത്തിയിട്ടുള്ള മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഡെയിലി ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ നല്ല കാര്യമാണ്. നമ്മുടെ കൂടെ കേരള ഹിസ്റ്ററി കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. ആഴ്ച നമുക്ക് 2 ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് തരാം. പിന്നെ എന്ത് ചെയ്യാം? SCRT ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ അതിന്റെ കൂടെ തന്നെ തരും കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ഉണ്ടെങ്കിലും അതിന്റെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എടുത്തെടുത്ത് തരും കേട്ടോ. ടോപ്പിക് വൈസ് ആയിട്ട് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് കീഴിൽ ലക്ഷ്യമാക്കിയിട്ട് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ.